ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മിന്നി പി എസ് സി അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നവംബർ 10 ഒരു പി എസ് സി മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഈ പി എസ് സി മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടറും അതിനോടൊപ്പം തന്നെ ജയിൽ സൂപ്രണ്ട്. നമുക്ക് നോക്കാം, ആ പോസ്റ്റിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. നോക്കണേ, പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്ക് അതിലെ 10ാമത്തെ, അതായത് ആ ഒരു തീരുമാനത്തിലെ 10ാമത്തെ പോയിന്റ് ആണ് വായിക്കുന്നത്. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്ക് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 ഓർ സൂപ്രണ്ട് ഓർ സബ് ജയിൽ ഓർ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ, അതായത് ജയിലിന്റെ വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനുകളിലേക്ക് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 എന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ നിയമിക്കപ്പെടുകയാണ്. ശരിക്കും നമുക്ക് അതിനെ ജയിൽ SI എന്ന് വിളിക്കാം. 2 സ്റ്റാർ ആണ് നിങ്ങൾ ആ പോസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിങ്. ഇപ്പൊ തീർച്ചയായിട്ടും SI, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് തുല്യമായിട്ടുള്ള, എന്നാൽ അതുപോലെ തന്നെ ജയിലിലെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ജയിലിലെ ഉദ്യോഗസ്ഥനായിട്ട് നമുക്ക് നിയമനം. നമുക്ക് അതിന്റെ മുൻവർഷ നോട്ടിഫിക്കേഷൻ പരിശോധിക്കണം, അതിന്റെ യോഗ്യത പരിശോധിക്കണം, അതിന്റെ ഫിസിക്കലും മെഡിക്കലും കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇവരും കൃത്യമായി ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ നമ്മുടെ ഒരു മിന്റ് പി എസ് സി എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട്, അതായത് നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. നോക്കണേ, മുൻവർഷം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു 6 വർഷമായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 494/2019 അടിസ്ഥാനമാക്കിയിരുന്നു അവസാന വിജ്ഞാപനം വന്നിരുന്നത്. ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമാണ് ലിസ്റ്റിന് കാലാവധി. മറന്നുപോലെ, ഈ നമുക്കറിയാം ജയിലിലെ എല്ലാ പോസ്റ്റുകൾക്കും ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് 3 വർഷമാണ് റാങ്ക് ലിസ്റ്റുകൾ കാലാവധി. നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകും. അതിൽ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് ഷുഡ് ബി 3 ഇയർ വാലിഡിറ്റി. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റുകൾ കാലാവധി. ജയിലിലെ എല്ലാം, അപ്പൊ നമുക്കറിയാം APO, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിളിച്ചിരുന്നു, 3 വർഷമാണ് കാലാവധി. അതുപോലെ തന്നെ ജയിൽ വകുപ്പിലേക്ക് വിളിക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും 3 വർഷം കാലാവധി എന്ന് മാത്രമല്ല, മറ്റൊരു അഡ്വാൻറ്റേജ്, ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കിക്കോണം, 36. നമുക്കറിയാലോ, കോഴ്സുകളിൽ 36 വരുന്നത് ജയിൽ വകുപ്പുകളിലേക്ക് മാത്രമേ ഉള്ളൂ. അതായത് പക്ക യൂണിഫോം ആണ്, ഫിസിക്കലും ഉണ്ട്, എന്നാൽ ഏജ് ലിമിറ്റ് 36. അങ്ങനെയുള്ള ചുരുക്കം ചില പോസ്റ്റിൽ ഒന്നാണ് ഇത് ജയിൽ സൂപ്രണ്ട് എന്ന് പറയും. അപ്പൊ നമുക്ക് എന്റെ വിശദാംശങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. നോക്കൂ, ജയിലിലേക്കാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ജയിലാണ്. അപ്പൊ എന്താ പോസ്റ്റിന്റെ പേര്? അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 എന്ന് വിളിക്കുന്നുണ്ട്. സബ് ജയിൽ സൂപ്രണ്ട് എന്നോ, അല്ലെങ്കിൽ സൂപ്പർവൈസർ ഇൻ ഓപ്പൺ പ്രിസൺ എന്നോ, അല്ലെങ്കിൽ സൂപ്പർവൈസർ ഇൻ ബോസ്റ്റർ സ്കൂൾ എന്നോ, അല്ലെങ്കിൽ ആർമറർ ഇൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നോ, ലെക്ചറർ ഇൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നോ, അല്ലെങ്കിൽ ട്രെയിനിങ് ഓഫീസർ ടു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നോ, ഇതൊന്നും അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ഇൻ ഓപ്പൺ പ്രിസൺ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്ക് നിങ്ങളെ 2 സ്റ്റാർ നിയമനത്തിൽ, 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് 2 സ്റ്റാർ ആണ്. എക്സൈസിലെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ശരിക്കും 2 സ്റ്റാർ, തോളിലെ നക്ഷത്രം 2 ആണ്, 2 സ്റ്റാർ ആണ്. എന്നാൽ ശമ്പളത്തിന്റെ കേസ് വരുന്ന സമയത്ത് ഈ എഴുതിയിരിക്കുന്ന പഴയ ശമ്പളമാണ്. ഇത് നോക്കല്ലേ, നമുക്ക് പുതിയ ശമ്പളമാണുള്ളത്. പുതിയ ശമ്പളം എത്ര? 43,400. 43,400 മുതൽ 91,200 വരെയാണ് പുതുക്കിയ ശമ്പളം എന്ന് പറയുന്നത്. 2021 പുതിയ പരിഷ്കാര ശമ്പളം അനുസരിച്ചിട്ട് 43,400 മുതൽ 91,200 ആണ് മറക്കരുത്. അതായത് നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിരുന്നു അല്ലെ. അതായത് കാറ്റഗറി നമ്പർ 187/2025 അടിസ്ഥാനമാക്കി നമുക്ക് വിളിച്ചിരുന്ന ഒരു വിജ്ഞാപനം എക്സൈസ് ഇൻസ്പെക്ടർ. ഓർക്കുന്നുണ്ടോ? ആ എക്സൈസ് ഇൻസ്പെക്ടറിന് സമാനമായിട്ടുള്ള അതേ ശമ്പള സ്കെയിൽ തന്നെയാണ് നിലവിൽ നമ്മുടെ ഈ ഡിസംബർ 28. അപ്പൊ നവംബർ 28 വിജ്ഞാപനം വരും. അയക്കേണ്ട അവസാന ഡേറ്റ് ഡിസംബർ 30. ഇങ്ങനെയാണ് കിടക്കുന്നത്. നവംബർ 28 വിജ്ഞാപനം വരികയും ഡിസംബർ 31 വിജ്ഞാപനം അയക്കേണ്ട അവസാന ഡേറ്റ് ആണ്. അപ്പൊ ഈ ഒരു ജയിൽ സൂപ്രണ്ട് ഗ്രേഡ് 1 എന്നൊരു വിജ്ഞാപനം ഈ 43,400 ടു 91,200 എന്ന ശമ്പള സ്കെയിലാണ് പുറത്തേക്ക് വിടാൻ പോകുന്നത്. അതായത് എക്സൈസ് കാറ്റഗറി നമ്പർ 187/2025 അടിസ്ഥാനമാക്കി ഒരു എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനം വന്നിരുന്നു. അതിന് സമാനവും സമാന്തരവുമായി ശമ്പളം പോയിരിക്കും. എന്നാൽ SI എന്ന് പറയുമ്പോൾ ബേസ് 45 വരുന്നത്. കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അതായത് സ്റ്റേഷൻ SI അതുപോലെ ക്യാമ്പ് SI.
ക്ലിയർ ആണ് കൃത്യമായ ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റുകൾക്ക് 3 വർഷം കാലാവധി എന്ന് കൃത്യമായി മെൻഷൻ ചെയ്യുന്നു. വായിച്ചു നോക്കി. ദി ലിസ്റ്റ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് പബ്ലിഷ്ഡ് ബൈ ദി കമ്മീഷൻ ഇൻ ദി റെസ്പോണ്ട് ടു ദിസ് നോട്ടിഫിക്കേഷൻ ഷാൾ റിമെയിൻ ഇൻ ഫോഴ്സ് ഓഫ് മിനിമം പീരീഡ് ഓഫ് 1 year and the list will continue to be forced till the publication of new list after the expiry of minimum period of 1 year or till the expiry of 3 years, whichever is earlier. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റുകൾക്ക് കാലാവധി 3 വർഷം ഉണ്ട് എന്ന് കൃത്യമായി മെൻഷനിങ് ആണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. ജയിൽ വകുപ്പാണോ? തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റുകൾ കാലാവധി എന്തായിരിക്കും? 3 വർഷമായിരിക്കും. മാത്രമല്ല ഏജ് ലിമിറ്റ് പക്ക 36 ആയിരിക്കും ജനറൽ കാറ്റഗറിക്ക്. ജനറലിന് 36 ആയിരിക്കും. ആട്ടെ നോക്കൂ, നടക്കുന്നു കണ്ട 36. ജനറൽ 36 ഞാൻ പറഞ്ഞില്ലേ, അത് ജയിൽ വകുപ്പിനുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് കേരളത്തിൽ. ജയിൽ വകുപ്പിൽ ഇപ്പൊ APO ഇപ്പൊ കുറച്ചു മുന്നേ ഇപ്പൊ എനിക്കൊന്ന് APO ആക്റ്റീവാണ്. നിലവിൽ നമുക്ക് APO നോട്ടിഫിക്കേഷൻ ആക്റ്റീവാണ്. അപ്പം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നിങ്ങൾ നോക്കിയാൽ മതി, 36 ഏജ് ലിമിറ്റ്. ജനറൽ OBCക്ക് 39. ഇനി ഇതിന്റെ DOB ഇതിപ്പോ പഴയതാണ്, ഞാൻ അതിന് കറക്റ്റ് ചെയ്ത് തരാം. ഇപ്പൊ നമ്മൾ പുതിയ വരാൻ പോകുന്നതിന്റെ DOB എന്ന് പറയുന്നത് 2/1/1989 വരും കേട്ടോ. ഇനി ആൻഡ് ഇത് മാറിയിട്ട് അവിടെ 1/1/2007 വരും. പറഞ്ഞതുപോലെ അതായത് 19 ലാസ്റ്റ് വിജ്ഞാപനം. അവിടെ 6 കൂട്ടിയാൽ മതി നിങ്ങൾ. അപ്പൊ 83 89 ആകും. 2000 2007 ആണ്. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്ന് DOB പറഞ്ഞുകൊണ്ട് തന്നെ വിജ്ഞാപനം വരും. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ജനറൽ കാറ്റഗറിന്റെ കേസാണ്. ജനറലിന്റെ കേസാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിരിക്കുന്നത്. OBCക്ക് അത് 39 പോകും. OBCക്ക് എത്ര വരും? ഏജ് ലിമിറ്റ് 39 പോകും. SC/STക്കോ 41 പോയിരിക്കും. കൺഫേം ആണ്, നോ ചേഞ്ച്. അപ്പോൾ 39 ആർക്കാ? 39 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു 39 എന്ന് പറഞ്ഞാൽ ആർക്കാ? SC/STക്കും. 41 ആർക്കാ വരുന്നത്? 41 41 എന്ന് പറയുന്ന ആർക്ക് വരും? നമ്മുടെ SC/STക്കും വരുന്നതായിരിക്കും. പറഞ്ഞതുപോലെ അപ്പൊ അവർക്ക് ഇതനുസരിച്ച് ഇവിടെ റിലാക്സേഷൻ ഉണ്ടാകും. ഞാനൊന്ന് എഴുതി തരാം. ഇപ്പൊ OBCക്ക് നമുക്ക് എത്ര വരും? അത് OBCക്ക് 2/1/1986 വരും. ബാക്കി ഇത് പഴയ പോലെ 1/1/2007. ഇനി SC/STക്ക് വരുന്ന സമയത്തോ അവർക്ക് ഇങ്ങോട്ട് എഴുതാം 2/1 ഇതിന്ന് 5 വയസ്സല്ലേ വ്യത്യാസം. 36 40 അപ്പൊ 84 1984. ആൻഡ് ഇത് പഴയ പോലെ നോ ചേഞ്ച്. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നു. അപ്പൊ നോക്കൂ, 2/1/1900 പൊടിയിലുണ്ട്. 2/1/1989 1/1/2007 ഇടയിൽ ആരാ? ജനറൽ കാൻഡിഡേറ്റ്സ്. ഇനി OBC വ്യക്തിയാവുമ്പോൾ 2/1/1986 1/1/2007. ഇനി അതേസമയം അത് ഒരു SC/ST വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ 2/1/1984 1/1/2007 ഇടയിൽ. ശരിയല്ലേ? 3 5 കറക്റ്റാണ്. അപ്പൊ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിഗ്രി ആയിരിക്കും ക്വാളിഫിക്കേഷൻ. നോ ചേഞ്ച്. സിലബസിലൊന്നും ഒരു മാറ്റവും ഇല്ല. സിലബസ് ഒക്കെ പഴയത് തന്നെ. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പക്ക ഡിഗ്രി ആയിരിക്കും. ഇനി ഹൈറ്റിന്റെ കേസിൽ കൃത്യമായി ചെക്ക് ചെയ്യണം. നോക്കൂ, ഫിസിക്കൽ കണ്ടീഷൻ പറയുന്നുണ്ട്. മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷുഡ് പൊസസ് ഫോളോയിങ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. മസ്റ്റ് ഹാവ് 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകണം. 81.3 സെന്റിമീറ്റർ ചെസ്റ്റ് കൃത്യമായി കിട്ടിയിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ കിട്ടിയിരിക്കണം. അപ്പൊ 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. 81.3 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ കിട്ടിയിരിക്കണം. അല്ല 81.3 ചെസ്റ്റ് ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ കിട്ടിയിരിക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതേസമയം SC/ST വിദ്യാർത്ഥിക്ക് വേണ്ട ഹൈറ്റ് 160 മതി. ഇപ്പൊ നോർമൽ വിദ്യാർത്ഥിക്ക് 165, SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 160 മതി എന്നൊരു റിലാക്സേഷനും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സെറ്റാണ്? സെറ്റാണ്. അടുത്ത സ്റ്റാൻഡേർഡ്സ് ഓഫ് വിഷൻ പക്കയാണ് പറഞ്ഞിട്ടുണ്ട്. 6/6 2 കണ്ണിലും പക്ക കാഴ്ച പക്കയായിരിക്കണം. 6/6 കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റുള്ള കണ്ടീഷൻസ് ആയിട്ട് പറയുന്നതാ നോക്കൂ. ഇവിടെ പറയുന്നുണ്ട് മസ്റ്റ് ബി ഫ്രീ ഫ്രം അപ്പാരന്റ് ഫിസിക്കൽ ഡിഫക്ട് ലൈക്ക് നോക്ക് നീ, ഫ്ലാറ്റ് ഫുട്ട്. ഈ പരന്ന പാറങ്ങളൊക്കെ ഇല്ലേ, പരന്ന പാറ പോലുള്ള ഇഷ്യൂസോ വേരിക്കോസ് വെയിൻസോ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. ലിംബപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉന്തിയ പല്ലുണ്ടാകരുത്, കോമ്പല്ലുണ്ടാകരുത്, അതുപോലെ തന്നെ പരന്ന പാദം ഉണ്ടാകരുത്,
അതുപോലെ തന്നെ ചില വേരിക്കോസ് വെയിൻസിന്റെ ഇഷ്യൂസ് ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൃത്യമായി നോർമൽ ഫിസിക്കൽ പരീക്ഷയിൽ പറയുന്ന കണ്ടീഷൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ അടുത്ത നമ്മുടെ വിജ്ഞാപനം പുറത്തേക്ക് വരുന്നത്. ഒരൊറ്റ കാര്യം പറയാൻ മിസ്സായി, നാം നോക്കണേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാനൊന്ന് വായിക്കാം. 8 ഐറ്റം കൊടുത്തിട്ടുണ്ട്, 5 ഐറ്റം പാസ്സാവണം. മുകളിലേക്ക് നോക്കിയേ. 1 100 മീറ്റർ ഓട്ടമാണ്, 14 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. 2 ഹൈ ജമ്പാണ്, 132.20 സെന്റിമീറ്റർ ആണ്. അടുത്ത ലോങ് ജമ്പ് ആണ്, 457.20 സെന്റിമീറ്റർ. അടുത്ത പുട്ടിംഗ് ദി ഷോട്ട് ആണ്, 7264 ഗ്രാം ആണ്, 609.60 സെന്റിമീറ്റർ. അടുത്ത ത്രോയിങ് ദി ക്രിക്കറ്റ് ബാളിന്റെ ത്രോയിങ് ആണ് 6096 സെന്റിമീറ്റർ. അടുത്ത റോപ്പ് ക്ലൈംബിംഗ് ആണ്, ഒള്ളി വിത്ത് ഹാൻഡ്സ്, കൈ ഉപയോഗിച്ച് മാത്രം, 365.80 സെന്റിമീറ്റർ ആണ്. അടുത്തത് പുള്ളപ്പ് ഓർ ചിന്നിങ് ആണ്, 8 പ്രാവശ്യമാണ്. അടുത്തത് 1500 മീറ്റർ ഓട്ടമാണ്, 5 മിനിറ്റും 44 സെക്കൻഡും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 ഐറ്റമാണ് കൊടുത്തിരിക്കുന്നത്. 8 എണ്ണത്തിൽ 5 എണ്ണം തീർച്ചയായിട്ടും പാസ്സായിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അപ്പൊ അതൊന്നുകൂടെ വായിച്ചു നോക്കാം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് 7264 ഗ്രാം, 609.60 സെന്റിമീറ്റർ ആണ്. 0.60 സെന്റിമീറ്റർ ആണ്. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെന്റിമീറ്റർ ആണ്. റോപ്പ് ക്ലൈംബിംഗ് കൈ ഉപയോഗിച്ച് മാത്രം 365.80 സെന്റിമീറ്റർ ആണ്. പുള്ളപ്പ് ഓർ ചിന്നിങ് 8 പ്രാവശ്യമാണ്. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ്. ഇത്രയല്ലേ ഉള്ളൂ, തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ. ക്ലിയർ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടായിരുന്നു 2019 വിജ്ഞാപനം വന്നിരുന്നത്. അതിൽ നിലവിൽ ഒരു മാറ്റവും ഇല്ലാതെ പ്രതീക്ഷിക്കുന്നു. ഏജ് അല്ലെ, പുതിയ ശമ്പളമാണെന്ന് പറഞ്ഞു, 43 പുതിയ ശമ്പളം പറഞ്ഞു, ഏജിൽ മാറ്റമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നാം നോക്കൂ ഈ വരുന്ന ഡേറ്റ് നവംബർ 28. നോക്കൂ ഈ വരുന്ന നവംബർ 28-ാം തീയതി നമ്മൾ കാത്തിരുന്ന 3 വർഷ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുള്ള 18 to 36 ഏജ് ലിമിറ്റുള്ള നമ്മൾ കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം നവംബർ 28-ാം തീയതി വരുന്നു. നോട്ടിഫിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 3, 2025. അപ്പോൾ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും കേരളത്തിലെ PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കൃത്യമായി കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ കൃത്യമായി നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്. നമ്മുടെ മിന്റ് PSCന്റെ കോൺടാക്ട് നമ്പർ കൃത്യമായ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ആ നമ്പറിലേക്ക് കൃത്യമായി വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ, ഇതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ബാച്ചുകളും +2 10ാം ക്ലാസ് PSC പരീക്ഷകളുള്ള ബാച്ചുകൾ കൃത്യമായി ഓപ്പണിംഗ് ആണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ബാച്ചിലേക്ക് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് ബാച്ചുകളുടെയും അഡ്മിഷന്റെയും ക്ലാസിന്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ വിശദാംശവും സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും കൃത്യമായി നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്പറുകൾ ഉണ്ട്. അത് മാത്രമല്ല നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ മിന്റ് PSC എന്ന യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്ക്, മറന്നു പോലെ. ഓക്കെ അല്ലേ? ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.